എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അതായത് നമുക്ക് എല്ലാ ചേരുവകൾക്കും കരിവേപ്പില ഉണ്ടെങ്കിൽ അതൊരു നല്ല ഒരു ഫ്ലേവറാണ് അല്ലേ, അതിൻ്റെ ഒരു മണം ആയിക്കോട്ടെ, ഒരു ടേസ്റ്റ് ആയിക്കോട്ടെ. പക്ഷേ നമ്മളെന്താ ചെയ്തത്, കരിവേപ്പില നമ്മൾ എടുത്ത് ചവച്ച് കഴിക്കാറുണ്ടോ? ഇല്ല. നമുക്ക് ആവശ്യം കഴിയുമ്പോൾ ആ കരിവേപ്പില എടുത്ത് നമ്മൾ കളയാറുണ്ട്. അതാണ് ഇപ്പോൾ സതീശൻ സാറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനൊരു മാറ്റം സംഭവിക്കട്ടെ. തീർച്ചയായിട്ടും എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും. സോ അതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള നല്ലൊരാൾ തന്നെ നമുക്ക് ചീഫ് മിനിസ്റ്ററായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആ കൂട്ടത്തിൽ തന്നെ എനിക്ക് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗണേഷ് കുമാർ സാറിനെ കുറിച്ചാണ്. പത്തനാപുരത്ത് അദ്ദേഹത്തിന്റെ പരാജയം വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു. തീർച്ചയായിട്ടും ഭയങ്കരമായ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു. കാരണം ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ആരും. അദ്ദേഹത്തിന് അവിടെ നിന്ന് വിജയം മാത്രമേ നേടിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒരു തോൽവി അദ്ദേഹം നേരിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ തോൽവിയായിട്ട് ഞാൻ കാണുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഉണ്ടാകുന്ന ഭരണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു തോൽവിയാണ്. ഒരുപാട് പേര് അദ്ദേഹത്തെ ഓരോ കാര്യം പറഞ്ഞ് കുറ്റം പറയുകയും കളിയാക്കുകയും ട്രോൾ ചെയ്യുന്ന ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഡെയിലി കാണുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം തോറ്റേന്റെ അന്ന് തന്നെ പൊങ്കാലയിട്ട് ആഘോഷിച്ചെന്നാണ് പറയുന്നത് ഡ്രൈവിംഗ് സ്കൂളിലെ ആൾക്കാർ. അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർക്ക് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ജോലി അറിയാവുന്നവന്റെ കയ്യിൽ ഒരു ഭരണമേഖല കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എത്രമാത്രം വൃത്തിയോടും വെടുപ്പോടും അത് ക്ലിയർ ആയിട്ട് ചെയ്തു തരാൻ കഴിവുള്ള വ്യക്തി തന്നെയാണ് ഗണേഷ് കുമാർ. ഇപ്പൊ വിജയുടെ കാര്യത്തിലും നമ്മൾ എപ്പോഴും എല്ലാവരും പറയും പൈസയ്ക്ക് വേണ്ടിയിട്ട് ആക്രാന്തം കാണിച്ച് പാർട്ടി നിൽക്കുന്ന ഒരാളല്ല ഗണേഷ് കുമാർ. അദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് ഒരുപാട് പണവും സമ്പത്തും സ്വത്തുവകകളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്, ഒരു വ്യക്തിത്വം തന്നെയാണ് ഗണേഷ് കുമാർ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹം ഗതാഗത മന്ത്രി ആയിരുന്നപ്പോഴാണ് അയ്യോ ഗതാഗതത്തിൽ ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടെന്നുള്ള കാര്യം പോലും അറിയാം. കാരണം അദ്ദേഹത്തിന് ആ ഒരു മേഖല അത്രയും വൃത്തിയാക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വൈരാഗ്യം എല്ലാവരുടെ ഭാഗത്തും ഉണ്ടായത്. അദ്ദേഹം കൊണ്ടുവന്ന നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ഒരു പരിധി വരെ ഏറ്റവും നല്ല കാര്യങ്ങളാണ്. കാരണം ഒരു സേഫ്റ്റി, ആക്സിഡൻസ് ഒഴിവാക്കാം. ഡ്രൈവിംഗ് അറിയാൻ വയ്യാത്തത് കൊണ്ട് ഓരോരുത്തരും അല്ലെങ്കിൽ ഇപ്പൊ എടുക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഓരോ വ്യക്തികളും വണ്ടി ഓടിച്ചിട്ട് വരുമ്പോൾ കാണിക്കുന്ന ചില പ്രയാസങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കാൻ പ്രേരിതനായത്. അതുപോലെ തന്നെ പറഞ്ഞു വരുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞാനൊരു വുമണാണ്. അപ്പം ഞാൻ വണ്ടി ഓടിച്ചിരുന്നത് പല സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഓട്ടോക്കാരായിക്കോട്ടെ, ചില വണ്ടിക്കാർ, ചില കാറുകാരായിക്കോട്ടെ, ഒരു ദയദാക്ഷിണ്യം ഇല്ലാതെ വണ്ടി ഓവർടേക്ക് കയറി ഓടി നമ്മൾ വിചാരിക്കും നമ്മൾ ഇടിച്ചു. ഞാൻ പല സമയത്തും റോഡിന്റെ സൈഡിലേക്ക് വണ്ടി തെന്നി ഇറങ്ങി പോയിട്ടുണ്ട്. അത്രയും അരികെ ചേർന്ന് പോയിട്ട് പോലും അത്രയും മോശമായിട്ട് വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പരിധിവരെ ട്രാൻസ്പോർട്ടിലൊക്കെ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഭയങ്കരമാണ് ഗണേഷ് കുമാർ സാറ്. പിന്നെ അദ്ദേഹത്തിന്റെ സൈഡിലെ ഏറ്റവും വലിയൊരു പോരായ്മ, ഏറ്റവും വലിയൊരു നെഗറ്റീവ് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സാറിനോട് അദ്ദേഹം ചെയ്തത് തന്നെയാണ്. ഉമ്മൻചാണ്ടി സാറിനെതിരെ അദ്ദേഹം പ്രവർത്തിച്ചതിന്റെ അന്ന് മുതൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നഷ്ടമായി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി. അത്രയും ഒരു മന്ത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു MLA ആയിക്കോട്ടെ, ഏത് രീതിയിൽ ആയിരുന്നാലും അദ്ദേഹത്തിന് ഒരുപാട് പേരുദോഷങ്ങൾക്ക് കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തിയും കൂടിയായി. അദ്ദേഹത്തിന്റെ പേരിന്റെ വില കളയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചേർക്കപ്പെട്ട കാര്യങ്ങൾ വരെ അദ്ദേഹം നേരിടേണ്ടി വന്നില്ലേ. അതൊക്കെ ദൈവം കൊടുക്കുന്ന ഒരു പണിഷ്മെന്റ് ആയിട്ട് തന്നെ കാണുന്നു. പക്ഷെ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യത്തിൽ അദ്ദേഹം ചെയ്ത തെറ്റിന്റെ ഫലമാണ് എന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നു തീർച്ചയായിട്ടും നല്ലൊരു ഭരണാധികാരി തന്നെയാണ്. ആ കാര്യത്തിൽ 100% ഞാൻ ഗണേഷ് കുമാർ സാറിനോട് യോജിക്കുന്നു. അദ്ദേഹത്തെ പൊങ്കാലയിട്ടും കുറ്റം പറയുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. എന്തായാലും അതവിടെ നിൽക്കുന്നു. പിന്നെ ഇപ്പൊ നമ്മുടെ കസേരയ്ക്കായിട്ടുള്ള അടി, ആ ഒരു കസേരകളെ നടത്തി വെച്ചോണ്ടിരിക്കും. ഇപ്പോഴും അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് ആരാ കസേര വന്നിരിക്കുന്നത് ഇതുവരെ തീരുമാനമായിട്ടില്ല. അതിലൊരു വലിയൊരു പ്രയാസമുണ്ട്. പിന്നെ ആര് ഭരണത്തിൽ വന്നാലും, ആരാണ് മുഖ്യമന്ത്രിയായി വന്നാലും സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരണമെന്ന് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കാര്യമായിക്കോട്ടെ, അതുപോലെ സാധന വിലക്കയറ്റങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാം ഏറ്റവും മുഖ്യ MDMA, കഞ്ചാവ് എന്നുപോലുള്ള സംഭവങ്ങൾ ഏത് രീതിയിൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. പെൺകുട്ടികൾക്ക് ഒരു സേഫ്റ്റി. ഇപ്പൊ കണ്ടില്ലേ തമിഴ്നാട്ടിലെ CM പറഞ്ഞ കാര്യങ്ങൾ കണ്ടോ? അദ്ദേഹം മക്കളുടെ പൈസ 1 രൂപ പോലും എടുക്കില്ല. പെണ്ണുങ്ങൾക്ക് സേഫ്റ്റി, ട്രാൻസ്പോർട്ട് യാത്ര ഫ്രീ, കറണ്ട് ബില്ല് ഫ്രീ,
ഒരു യൂണിറ്റ് വരെ. അതാണോ കറണ്ട് ബില്ല് ഫ്രീ ആണ് ഇത്ര ഇതുവരെ, സിലിണ്ടർ ഫ്രീ. എനിക്ക് ഇവിടുന്ന് തോന്നി ഇവിടുന്ന് എണീറ്റ് അങ്ങ് തമിഴ്നാട്ടിലോട്ട് പോയാലോ എന്ന് പോലെ തോന്നിപ്പോവാം. അതേപോലെ എത്ര മനോഹരമായ കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വസ്തുവൊക്കെ വിറ്റ് നമുക്ക് അവിടെ പോയി 2 ദിവസം സ്ഥലം വാങ്ങിച്ചാൽ താമസമല്ലോ. റേഷൻ കാർഡ് റേഷനരിയും കാര്യങ്ങളും, റേഷൻ കടയിൽ റേഷൻ കൊടുക്കുന്നതന്നെ നമ്മളിവിടുത്തെ കൂടി കുറെ പുഴുക്കൻ പച്ചരിയും പന്ന അരിയും അല്ല തരുന്നത്.